ഇതാർക്കാ ഇത്രയും ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും എടുക്കണം. പിന്നെ കുറച്ച് ഫിദ മാഡത്തിനും കൊടുക്കണം. ഓ, അപ്പൊ ഇവിടുന്ന് ഫിദ മാഡത്തിന്റെ വീട്ടിലേക്ക് കള്ളക്കടത്തൊക്കെ ഉണ്ടോ? ദേ, ആവശ്യമില്ലാത്ത കാര്യം പറയരുതേ. ഇവളെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന സ്ത്രീയല്ലേ അവര്. ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നോണ്ട് എന്താ? അല്ല, ഈ ഫിദ മേഡത്തിന് എന്തിനാ ഇവളെ അമ്മയെന്ന് വിളിക്കുന്നത്? എനിക്ക് യശോദ അമ്മയെ പോലെ തന്നെയാ ഫിദ മാഡം. ഓ, അത് ചിലപ്പോ ശരിയായിരിക്കും. സ്വന്തമായിട്ട് അമ്മ ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ കാണുന്ന എല്ലാ സ്ത്രീകളെയും കയറി അമ്മയെന്ന് വിളിക്കാലോ. അത് ശരിയാ. കൽപ്പനെ, കൽപ്പന പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഏടത്തേക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട്. അതുകൊണ്ട് ഏടത്തി വേറെ ആരെങ്കിലും സ്വന്തം അമ്മയെന്ന് പറഞ്ഞു നടക്കോ? അല്ല, വരുൺ നടക്കോ അങ്ങനെ? ആ, തന്തയും തള്ളയില്ലാത്തവരുടെ ഒരു യോഗം. അയ്യോ, പത്മിനി, രണ്ടുപേർക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? ആ ഉവ്വമ്മേ, ആട്ടുകല്ലിൽ അരയ്ക്കുമായിരുന്നില്ലേ ഈ നേരം വരെ. ക്ഷീണം മാറാൻ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മേ? ആ ടെറസിലെ മൊത്തം ചെളി പിടിച്ച് കിടക്കുക. ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയും പെയ്തല്ലോ, കുറച്ച് പുല്ലും വളർന്നിട്ടുണ്ട്. രണ്ട് പണിക്കാരെ അന്വേഷിച്ചിട്ട് അവന്മാരുടെ ജാടയാണെങ്കി പറയണ്ട. മോളെ കൽപ്പനെ, നീ ഒരച്ച് കഴുകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ, നമുക്കതങ്ങ് കളഞ്ഞേക്കാം. അയ്യോ മുത്തശ്ശി. അയ്യോ, പേടിക്കണ്ട, വെറും വെള്ളമൊഴിച്ച് ചെയ്താ മതി. സോപ്പ് എടുത്താലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. അയ്യോ, എനിക്ക് ഇപ്പൊ തന്നെ എന്റെ നടു എനിക്ക് കൂടാ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിന്റെ നാട് ഞാൻ ചവിട്ടി ഓടിക്കും. നിനക്ക് രാധികയുടെ അമ്മയെ പറയണോ അല്ലേടി? അങ്ങനെ അവളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നീ ഒന്നും സുഖിക്കണ്ട. വാ രണ്ടുപേരും ഇങ്ങോട്ട്. മുത്തശ്ശി, മുത്തശ്ശി കുറച്ച് കഴിയട്ടെ മുത്തശ്ശി. ഒരു മിനിറ്റ് പോലും കഴിയരുത്. ഇപ്പൊ വരണം എന്റെ കൂടെ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെ ടെറസ് മുഴുവൻ കണ്ണാടി പോലെ ക്ലീൻ ആയിരിക്കണം. നടക്കടി അങ്ങോട്ട്. നടക്കങ്ങോട്ട്. ഇനി കരയില്ലെന്ന വലിയ കാര്യത്തില് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ കണ്ണ് നിറച്ചേ? അത് അമ്മയെ പറ്റി പറഞ്ഞപ്പോ. പോട്ടെ, രണ്ടുപേരും അതൊക്കെ എടുത്തു വെച്ചിട്ട് ടെറസിലേക്ക് വാ. അവളുമാർക്കുള്ള ശിക്ഷ നേരിട്ട് കാണാം. വാ. അമ്മയിന്ന് നല്ല ഫോമിലല്ലേ മോളെ? നിന്നെ കരയിച്ച കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല.